ഇനിയിപ്പോൾ എന്നോടൊപ്പം വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഉണ്ട്. സംഘടന ABVP അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തകർ ഉണ്ട്. ഇന്ന് സ്കൂളുകൾ വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളെല്ലാം വലിയ വിഷമത്തിലാണ്. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അവർക്ക് കൗൺസിലിംഗ് അനിവാര്യമാണ്. അങ്ങനെ ചില സംവിധാനങ്ങളൊക്കെ ഇന്ന് സ്കൂളുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ABVPയുടെ പ്രവർത്തകർ സ്കൂളുകളിലൊക്കെ പോയിട്ടുണ്ടോ അല്ലേ? എന്താണ് നിങ്ങളുടെ ഒരു അനുഭവം? കഴിഞ്ഞ ഈ ദുരിതം സംഭവിച്ച അടുത്ത ദിവസം മുതൽ തന്നെ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തകർ സജീവമായിട്ട് ഇവിടെയുണ്ട്, ദുരന്തമുഖത്തുണ്ട്. ആവശ്യമായ രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങളുമായിക്കൊണ്ട് അത് ഏത് സ്ഥലത്തായി കഴിഞ്ഞാലും, അതിപ്പം മോർച്ചറിയിലായി കഴിഞ്ഞാലും, ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിഞ്ഞാലും, തിരച്ചിൽ നടക്കുന്ന മേഖലയിലായി കഴിഞ്ഞാലും, ഈ ശവസംസ്കാരം നടക്കുന്ന സ്ഥലങ്ങളിലായി കഴിഞ്ഞാലും, അതിനപ്പുറം പലതരത്തിലുള്ള സന്നദ്ധ സേവന പ്രവർത്തകർ പല ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ട് ഈ മേപ്പാടി ഈ ടൗണ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പല സേവന പ്രവർത്തനങ്ങളും സന്നദ്ധ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള മാലിന്യങ്ങളും ഒക്കെ ഈ ടൗണിൽ വലിച്ചെറിയപ്പെടുന്ന സമയത്ത് അത് ശുചീകരിക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങൾ പലതരത്തിലുള്ള സ്ക്വാഡുകളായിട്ട് വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 5-6 ദിവസമായിട്ട് ABVPയുടെ സംസ്ഥാന നേതൃത്വത്തിലെ ആൾക്കാരടക്കം സജീവമായിട്ട് ഇവിടെയുണ്ട്. പലതരത്തിലെ അനുഭവങ്ങൾ വിദ്യാർത്ഥികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥി പ്രവർത്തനം നടത്തുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണോ? അല്ല, സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പല സമയങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇടപെടാനും പ്രവർത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പല ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഇങ്ങനെ പോകുന്ന സമയത്ത്, ഈ സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും അവിടെ ഉറ്റവർ നഷ്ടപ്പെട്ടവർ നേരം ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഒന്നിച്ച് സഹപാഠികളായിട്ടുള്ള കുട്ടികൾ മരണപ്പെട്ട് വാർത്തയറിയുന്ന, അങ്ങനെ ഈ ഒരു ദുരന്തത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ആ ഒരു ഷോക്കിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന പലതരത്തിലുള്ള കുട്ടികളെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നതിനെക്കുറിച്ച് നമ്മൾ പലതരത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ വിദ്യാർത്ഥി സംഘടന, ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ABVPയുടെ പ്രവർത്തകർ പലതരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള പഠനോപകരണങ്ങളടക്കമുള്ള വസ്തുക്കൾ ശേഖരിക്കുകയും അത് എങ്ങനെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാം. കാരണം നമ്മൾ ഈ ദുരന്തമുഖത്തേക്ക് പോയ സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചത് പാഠപുസ്തകങ്ങൾ, ബാഗ്, അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ട് നശിച്ച് കുത്തിയൊലിച്ച് പോയിട്ടുള്ള ഒരു അവസ്ഥ. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന, ശൂന്യതയിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ആ കണ്ണുകളിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എല്ലാം ചെയ്യണം എന്നുള്ളൊരു മനോഭാവം ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടന പ്രവർത്തകർ എന്ന രീതിയിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്യുന്നതിനപ്പുറത്തേക്ക് സമൂഹത്തിൻ്റെ വിവിധ മേഖലകൾ, സർക്കാർ സംവിധാനങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ആ കാര്യങ്ങൾ ദ്രുതഗതിയിൽ നടപ്പിലാക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടികളുടെ മാനസികമായിട്ട് എങ്ങനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ, പല കുട്ടികളും പൊട്ടിക്കരയുന്ന കാഴ്ച, ഒരുപക്ഷെ അവരുടെ സഹപാഠികളെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. തീർച്ചയായും. മാത്രമല്ല അവർക്ക് അറിയാവുന്ന കുടുംബങ്ങളിലെ അവരുടെ സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. വലിയൊരു മാനസിക സമ്മർദ്ദത്തിലാണ് അവർ തിരിച്ചിരുന്ന ക്ലാസ് മുറികളിൽ എത്തിയത് അല്ലേ? അപ്പോൾ അടിയന്തരമായിട്ടും വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് ആ സമ്പ്രദായം ഏർപ്പെടുത്തണം. തീർച്ചയായിട്ടും. ആ കുട്ടികളുടെ മാനസിക നില പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവന്നു. ഒരുപക്ഷെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആൾക്കാരുടെ അടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ 5-6 ദിവസമായി ദുരിതാശ്വാസ ക്യാമ്പ് കഴിയുന്നു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആശങ്ക അവരുടെ ഉള്ളിലൊക്കെ തളം കെട്ടി നിൽക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ആ ആശങ്ക മുതിർന്നവരിലുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു വിദ്യാർത്ഥികളിലുമുണ്ട്. അവരുടെ ഇന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വയനാട് ജില്ലയിലുള്ള മറ്റ് സ്കൂളുകളൊക്കെ സാധാരണഗതിയിൽ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ പ്രളയബാധിത ദുരന്തബാധിത പ്രദേശങ്ങളിലെ സ്കൂളുകൾ ഇന്നും അടഞ്ഞു കിടക്കുക. പൊട്ടിത്തകർന്ന സ്കൂളുകളുണ്ട്. മുണ്ടക്കൈ പോലുള്ള സ്കൂൾ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ കണ്ടു. പല സ്ഥലങ്ങളിലും സ്കൂളുകൾ പൊട്ടിത്തകർന്ന സ്കൂളുകളുണ്ട്. പ്രളയബാധിത അല്ലാത്ത സ്കൂളുകളിലും പല സ്കൂളുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എങ്ങനെ പഠിക്കാൻ ആ സ്കൂളിലെ കുട്ടികളെ ഇന്ന് അന്വേഷിച്ച സമയത്ത് നമ്മൾ വിദ്യാഭ്യാസ പ്രവർത്തകരായിട്ടൊക്കെ അന്വേഷിച്ച സമയത്ത് ഈ ടൗൺ മേഖലയിലുള്ള മറ്റ് സ്കൂളുകളിലേക്ക് എത്തിച്ച് അവരുടെ വിദ്യാഭ്യാസം തുടരുന്ന വേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. അതിന് കൃത്യമായ ഒരു മറുപടി ഒന്നും നമുക്ക്. വേറൊരു കാര്യം, ഈ ദുരന്തത്തിൽ, ഈ ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈ ഗവൺമെൻറ് LPS പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അതുപോലെ ഇങ്ങ് താഴെ വെള്ളാർമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നഷ്ടപ്പെട്ടു. സത്യത്തിൽ ആ ഒരു വിദ്യാലയമാണ് രക്ഷകനായത്. അല്ലെങ്കിൽ ചുരൽമല അങ്ങാടി മൊത്തം ഇല്ലാതായേനെ. പക്ഷേ എങ്കിലും കഴിഞ്ഞ ദിവസം ആ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകൻ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുന്നതുകൊണ്ട് അത്രയും ആത്മബന്ധമായിരുന്നു കുട്ടികളുമായിട്ടുണ്ടായിരുന്നത് അല്ലേ?
പ്രകൃതിയെ എങ്ങനെ പരിപാലിക്കണമെന്ന് പഠിപ്പിച്ചു. പക്ഷേ ആ പ്രകൃതി തന്നെ ഈ രീതിയിൽ പ്രവർത്തിച്ചല്ലോ എന്നുള്ളൊരു പരിദേവനോ അധ്യാപകൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇത് പ്രകൃതിയുടെ മാത്രമല്ല, നേരത്തെ പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള ഇദ്ദേഹം പറഞ്ഞതുപോലെ പ്രകൃതിയെ അറിയാൻ കുട്ടികൾ പഠിച്ചു വരുന്നതിന് മുമ്പേ അവർക്ക് മുന്നേ സഞ്ചരിച്ചവർ പ്രകൃതിയോട് ചെയ്തിട്ടുള്ള ആ ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലം ഈ തലമുറ കൂടി അനുഭവിക്കണ്ടേ, അല്ലെങ്കിൽ ഈ തലമുറ ഇനി ഇവരുടെ തലമുറ പോലും ഇതിൻ്റെ ഒരു ആഘാതത്തിൽ നിന്ന് എത്രത്തോളം അതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി സാധിക്കുമെന്നുള്ള ഒരു ആശങ്ക നമുക്കിവിടെ ബാക്കി നിൽക്കുക. അതുപോലെ തന്നെ ഈ ഒരു നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് കുട്ടികളെ അവരെ പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ. അത് കൗൺസിലിംഗ് ആയി കഴിഞ്ഞാലും അവരെ നിലവിലുള്ള അവർ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന്, ഒരു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും മുട്ടി നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അവരെ വിടുവിച്ചുകൊണ്ട് അവരെ സഹപാഠികളോടൊപ്പം അവരുടെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ, പഠനാന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അതിനുള്ള ഭൗതികവും അതേപോലെ തന്നെ മാനസികവുമായിട്ടുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോലെ സന്നദ്ധ സംഘടനകൾ തയ്യാറാണ്. അതോടൊപ്പം തന്നെ കൂടുതലായിട്ട് കാര്യങ്ങൾ സർക്കാരിന് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആശങ്ക അവരിൽ ബാക്കി നിൽക്കുന്നുണ്ട്. അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം എല്ലാ സംവിധാനത്തിലും ഉണ്ടാകണം എന്നുള്ളതാണ് ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ ABVP മുന്നോട്ട് വെക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ABVP പോലുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം, ഇടപെടൽ ഇനിയും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.